എന്നിട്ട് അവൻ പറഞ്ഞു സകലതിനുമേലും വാഴുവാൻ, കുറവുകളെ നീക്കി മാറ്റി സകലതിനുമേലും വാഴുന്ന ദിവസങ്ങൾ മുന്നോട്ട് വരികത്രേ. സകല ഹല്ലേലൂയ പണിപ്പുരയിൽ ഇരിക്കുന്നതിനെ പണിതുകൊണ്ടിരുന്നതിനെ പൂർത്തീകരിക്കുന്ന ദിവസങ്ങളായി. പുറത്തു വരാതിരുന്നത് പുറത്തു വന്നേ മതിയാകത്തുള്ളൂ, അഴിയാതിരുന്നത് അഴിഞ്ഞേ മതിയാകത്തുള്ളൂ, ബന്ധിക്കപ്പെടുന്നത് ബന്ധിക്കപ്പെട്ടേ മതിയാകത്തുള്ളൂ. അതിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ഉണങ്ങിയ കമ്പുകൾക്ക് മേലൊരു ചെറിയ തീപ്പൊരി വീണാൽ അത് ആളി കത്തുമത്രേ. ഉണങ്ങിയ വിറകിനു മേലെ ഹല്ലേലൂയ തീയിട്ടത് ആളെ കത്തുന്ന ഒരു അത്ഭുതമല്ലത്രേ. എന്നാൽ ഹല്ലേലൂയ പച്ച വെള്ളം നനച്ച് കുതിർക്കപ്പെട്ട ഹല്ലേലൂയ മണ്ഡപത്തിനു മേലേക്ക് അഗ്നി ഇറങ്ങുവാൻ പ്രാർത്ഥിക്കുമ്പോൾ അതിനുമേൽ അഗ്നി പറയുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 18-ാം അധ്യായത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നു. അവിടെ ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഓ ഈ ജനം നീ ജീവിക്കുന്ന ദൈവമെന്ന് ഹല്ലേലൂയ, ഇല്ലെങ്കിൽ പ്രാർത്ഥന ഹല്ലേലൂയ കേൾക്കുന്നവനോ എന്ന് അദ്ദേഹത്തെ സർവ്വ ജനവും അറിയുവാൻ തക്കവണ്ണം, സകല ജനവും അറിയുവാൻ ഒരു പ്രവൃത്തി വെളിപ്പെടുവാൻ അവന്റെ ഒരു പ്രാർത്ഥനയാൽ കഴിഞ്ഞുവെങ്കിൽ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ നിന്റെ ജീവിതത്തിൽ അസാധ്യമായി ഒന്നുമില്ലത്രേ. എവിടെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലുണ്ടോ അവിടെ അത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യുമത്രേ.